ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ബയോ ഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമോകൈനറ്റിക്സിന്റെ എലിമിനേഷൻ പാർട്ട് 4 ആണ്, ലാസ്റ്റ് പോർഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഡ്രഗിന്റെ സോലബിലിറ്റി ഡിസൊല്യൂഷൻ റേറ്റ് എങ്ങനെ എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഫാർമസ്യൂട്ടിക്സ് ആയിട്ട് കുറെ ബന്ധമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആണ്. മിക്ക ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മൈക്രോണൈസേഷൻ. സോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ സോൾഡ് ഡ്രഗ്സിന്റെ പാർട്ടിക്കിൾ സൈസ് കുറയ്ക്കുക, അതായത് 1 to 10 മൈക്രോഗ്രാം ആയിട്ട് കുറയ്ക്കുക, സോ മൈക്രോൺസ് ആയിട്ട് കുറയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക? പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുമല്ലേ. മെത്തേഡ് സ്പ്രേ ഡ്രോയിങ് അല്ലെങ്കിൽ എയർ അട്രേഷൻ യൂസ് ചെയ്യാം, യൂസിങ് ഫ്ലൈയിങ് എനർജി ഓർ ജെറ്റ് മില്ല് ഉപയോഗിച്ചിട്ട്. എക്സാമ്പിൾ ഗ്രിസിയോഫൾവിൻ, സ്റ്റിറോൾ ഡ്രഗ് ആൻഡ് സൾഫർ ഡ്രഗ്സ് ആണ്. നെക്സ്റ്റ് നാനോയിസേഷൻ ആണ്. ഇവിടെ കൺവേർട്ടിംഗ് ഡ്രഗ് പൗഡർ ഇൻടു നാനോ ക്രിസ്റ്റൽസ് ആയിട്ട് മാറ്റുക. അതായത് നമുക്ക് എത്രത്തോളം ഡ്രഗ് സോലബിൾ ആക്കാൻ പറ്റുമോ, എത്രത്തോളം ഡിസൊല്യൂഷൻ റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും, അതിനുവേണ്ടി ചെയ്യുന്ന മെത്തേഡ്സുകളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എക്സാമ്പിൾ ആംഫോട്രസിൻ ബി ആണ്. പ്രിപ്പറേഷൻ ടെക്നിക്ക് പേൾ മില്ലിംഗ് ആണ്. ഹോമോജിനൈസേഷൻ വാട്ടർ ആൻഡ് ഹോമോജിനൈസേഷൻ നോൺ അക്വസ് മീഡിയ ഓർ വാട്ടർ മിസബിൾ ലിക്വിഡ്സ്. സോ ഇതാണ് പ്രിപ്പറേഷൻ ടെക്നിക്സ് വരുന്നത്. നെക്സ്റ്റ് വൺ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് റീക്രിസ്റ്റലൈസേഷൻ ആണ്. ഇവിടെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫ്ലൂയിഡ്സ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എബോ ക്രിട്ടിക്കൽ പോയിന്റ്. സോ ക്രിട്ടിക്കൽ പോയിന്റിനേക്കാൾ കൂടുതലാകുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുക. എക്സിബിറ്റിംഗ് ബോത്ത് ഗ്യാസ് ആൻഡ് ലിക്വിഡ് പ്രോപ്പർട്ടീസ്. ഒരേ സമയത്ത് ഗ്യാസിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും, ലിക്വിഡ് പ്രോപ്പർട്ടിയും കാണിക്കും. അപ്പൊ അതാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ്. അപ്പം നാളെ എക്സാമിന് ചിലപ്പം ബയോ കെമിസ്ട്രിയിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് എൻഹാൻസിങ് ആണ്, അല്ലെങ്കിൽ സോലബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ, ഡിസൊല്യൂഷൻ റേറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക് ആണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ അപ്പം തന്നെ വേണം. ഇനി അറ്റ് നിയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മുടെ ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ഹൈലി കംപ്രസിബിൾ, അലോവിങ് ചേഞ്ചസ് ഇൻ പ്രഷർ ടു ഓൾട്ടർ ഡെൻസിറ്റി ആൻഡ് മാസ്. കണ്ടോ, നിയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഈ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഓൺ പ്രഷറിൽ നമ്മൾ കൊടുക്കുമ്പോൾ അലോയിങ് ചേഞ്ച് ഇൻ പ്രഷർ ടു ഓൾട്ടർ ഡെൻസിറ്റി ആൻഡ് മാസ്. കേട്ടോ, ഡെൻസിറ്റി മാസ് ഒരേ സമയം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പിന്നെ മാറിക്കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ എൻഹാൻസ് ഡിസൊല്യൂഷൻ വിയ EPAS, ഇവാപറേഷൻ പ്രസിപ്പിറ്റേഷൻ ഇൻടു അക്വസ് സൊല്യൂഷൻ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് സർഫാക്റ്റൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഡിസൊല്യൂഷനും പെർമബിലിറ്റി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് ത്രൂ വെറ്റിങ്ങിലൂടെയാണ്. സോ ബിലോ ക്രിട്ടിക്കൽ മിസൈലെ കോൺസെൻട്രേഷൻ CMC നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്രിവെന്റ് ഡ്രഗ് എൻട്രാപ്മെന്റ്, ഡ്രഗ് എൻട്രാപ്മെന്റ് കുറയുകയും ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ഡിസൊല്യൂഷൻ അബ്സോർപ്ഷൻ നടക്കുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ പോളിസോർബിറ്റേറ്റ് സ്റ്റിറോയിഡ്സ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് സോൾട്ട് ഫോംസ് ആണ്. സോൾട്ട് ഇംപ്രൂവ് സോലബിലിറ്റി ആൻഡ് ഡിസൊല്യൂഷൻ ക്യാരക്ടർ. സോൾട്ട് എന്ത് ചെയ്യുന്നു? സോലബിലിറ്റിയും ഡിസൊല്യൂഷൻ ക്യാരക്ടേഴ്സും ഇംപ്രൂവ് ചെയ്യുന്നു. ആൽക്കലി മെറ്റൽ സോൾട്ട്, സ്ട്രോങ് ആസിഡ് സോൾട്ട് ഓഫ് ബേസിക് ഡ്രഗ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. ഇനി യൂസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഇൻഹിബിറ്റേഴ്സ്. പ്രിവെന്റ്സ് ഡ്രഗ് പ്രസിപ്പിറ്റേഷൻ ക്രിസ്റ്റലൈസേഷൻ ഡ്യൂ ടു സൂപ്പർ സാച്ചുറേഷൻ. എന്തിന്നു? ഡ്യൂ ടു സൂപ്പർ സാച്ചുറേഷൻ ആണ്. പ്രിവെന്റ്സ് ഡ്രഗ് പ്രസിപ്പിറ്റേഷൻ ഓർ ക്രിസ്റ്റലൈസേഷൻ. എക്സാമ്പിൾ പോളിമേഴ്സ് ലൈക്ക് HPMC, PVP, PVA ആൻഡ് PEG ആണ്. നെക്സ്റ്റ് വൺ ഈസ് ആൾട്രേഷൻ ഓഫ് ഡ്രഗ് മൈക്രോ എൻവോൺമെന്റ് ആണ്. ഇൻസ്യൂട്ട് സോൾട്ട് ഫോർമേഷൻ ഓർ ബഫർ അഡിഷൻ. ഒന്നെങ്കിൽ ബഫർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്യൂട്ട് സോൾട്ട് ഫോർമേഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ബഫേർഡ് ആസ്പിരിൻ ടാബ്ലറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് അമോർഫസ് അൺഹൈഡ്രസ് സോൾവെന്റ് ആൻഡ് പോളിമോർഫ്സ് ആണ്. ഇവിടെ മോസ്റ്റ് സോലബിൾ ഫോം ആണെങ്കിൽ അമോർഫസ്, മെറ്റാസ്റ്റേബിൾ പോളിമോർഫ്സ്, ഹൈഡ്രേറ്റ് സോൾവെന്റ്സ്, നോൺ സോൾവെന്റ് എന്ന രീതിയിലാണ്. അപ്പം ഏത് ഫോമാണോ നമുക്ക് ഏറ്റവും മോസ്റ്റ് കൺവീനിയന്റ് അത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൊല്യൂഷനും സോലബിലിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇതിനകത്തുള്ള എല്ലാ പോയിന്റ്സും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് വൺ ഈസ് പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് ആണ്. ഡിസോൾവിംഗ് പൂവർലി സോലബിൾ ഡ്രഗ് ഇൻ എൻ ഓർഗാനിക് സോൾവെന്റ്. ആദ്യം ഓർഗാനിക് സോൾവെന്റിൽ പൂവർലി സോലബിൾ ഡ്രഗ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു. പിന്നെ റാപ്പിഡ് മിക്സ് വിത്ത് നോൺ സോൾവെന്റ്, ഒരു നോൺ സോൾവെന്റുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ രീതിയാണ് എന്ത് പറയുക? പ്രസിപ്പിറ്റേഷൻ മെത്തേഡ്. എക്സാമ്പിൾ സൈക്ലോസ്പോറിൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് സെലക്റ്റീവ് അബ്സോർപ്ഷൻ ഓൺ ഇൻസോലബിൾ കാരിയേഴ്സ്. ഇൻസോലബിൾ കാരിയേഴ്സ് ആണ് കേട്ടോ. എൻഹാൻസ് ഡിസൊല്യൂഷൻ യൂസിങ് ഇനോർഗാനിക് ക്ലേസ്. ഇനോർഗാനിക് ക്ലേ ലൈക്ക് ബെൻറ്റോനൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൊല്യൂഷൻ എൻഹാൻസ് ചെയ്യുകയാണ്. എക്സാമ്പിൾ ഗ്രിസിയോഫൾവിൻ, ഇൻഡോമെത്താസിൻ, പ്രെഡ്നിസോൺ. നെക്സ്റ്റ് വൺ സോൾട്ട് സൊല്യൂഷൻ ഓർ മെറ്റൽസ് ആണ്. ഇവിടെ ഫ്യൂഷൻ മെത്തേഡ് എന്നും പറയാറുണ്ട്. സോ ഡ്രഗ് മോളിക്കുലർലി ഡിസ്പോസ് ഇൻ ടു സോൾട്ട് സോൾവെന്റ്. ഒരു സോൾട്ട് സോൾവെന്റിൽ ഡ്രഗിന്റെ മോളിക്കുളിനെ നന്നായിട്ട് എന്തെയ്യുന്നു? ഡിസ്പോസ് ചെയ്യുന്നു. അങ്ങനെ സോലബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നു. എക്സാമ്പിൾ ഗ്രിസിയോഫൾവിൻ, സക്സിനിക് ആസിഡ്. നെക്സ്റ്റ് വൺ സ്യൂട്ടറ്റി മിക്സ്ചർ. നിങ്ങൾക്ക് അറിയാമല്ലോ, രണ്ട് കമ്പൗണ്ട് സിസ്റ്റം ദാറ്റ് ഡിസോൾവ് ക്വിക്ലി ഇൻ വാട്ടർ. അതായത് നമുക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രത്യേക ടെമ്പറേച്ചർ ഇൻ ദ സെൻസ് നമ്മൾ രണ്ട് മിക്സ്ചേഴ്സ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ ഒരു ബിലോ പോയിന്റ് വരികയും അങ്ങനെ അത് വാട്ടറിലേക്ക് ഫോം ചെയ്യുന്നതാണ്. യൂട്ടറ്റി മിക്സിംഗ് അറിയാം. സോ പാരസ്റ്റമോൾ യൂറിയ, ഗ്രിസിയോഫൾവിൻ യൂറിയ,
ഗ്രിസിയോഫൾവിൻ, സക്സിനിക് ആസിഡ്. So next one is salt dispersion ആണ്. Preparation method hot melt method, solvent evaporation method, hot metal extrusion method ആണ്. ഇവിടെയാണ് salt dispersion methodsൽ വരിക. Next one is molecular encapsulation with cyclodextrins ആണ്. ഇവിടെ ബീറ്റ ആൻഡ് ആൽഫ ഗാമ സൈക്ലോഡെക്സ്ട്രിൻസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നു, സോളിബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുക ബൈ മോളിക്കുലർ ഇൻക്ലൂഷൻ. എന്താണ് ബൈ മോളിക്കുലർ ഇൻക്ലൂഷൻ ആണ്. തൈസോഡയൂററ്റിക്, ബാർബിറ്റുറേറ്റ്സ്, ബെൻസോഡൈസെപ്പിൻ, NSAID ഒക്കെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ലിപ്പിഡ് ടെക്നോളജി ആണ്. ഇവിടെ ബയോ അവൈലബിലിറ്റി കൂട്ടുവാണ് ബൈ എൻഹാൻസിങ് ഡിസൊല്യൂഷൻ ആൻഡ് പെർമിയബിലിറ്റി ആണ്. എക്സാമ്പിൾ ലിപ്പിഡ് ബേസ്ഡ് ഫോർമുലേഷൻസ്, സോൾ ഡിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ്, നാനോസ്ട്രക്ചർ ലിപ്പിഡ് കാരിയേഴ്സ്, ലിപ്പിഡ് ഡ്രഗ് കൺജുഗേറ്റ്സ് ആൻഡ് ലിപ്പോസോംസ് ആണ്. ഇതൊക്കെ നമുക്ക് ബയോ അനുസരിച്ച് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫാർമസ്യൂട്ടിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ വാരി വലിച്ചെഴുതണ്ട. ഇത്രയും പോയിന്റ്സ് എഴുതുവാണെങ്കിൽ 5 മാർക്കാണെങ്കിലും 10 മാർക്കാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാര്യം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എഴുതി പോകുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എൻഹാൻസ്മെന്റ് ഓഫ് ഡ്രഗ് പെർമിയബിലിറ്റി. ഡ്രഗ് പെർമിയബിലിറ്റി എങ്ങനെ നമുക്ക് കൂട്ടാം? അവിടെ അയോൺ പെയറിംഗ്. യൂസ് ലിപ്പോഫിലിക് കൗണ്ടർ അയോൺസ് ടു എൻഹാൻസ് മെംബ്രെയിൻ പെർമിയബിലിറ്റി. ലിപ്പോഫിലിക് കൗണ്ടർ അയോൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ മെംബ്രെയിൻ പെർമിയബിലിറ്റി കൂട്ടാം. എക്സാമ്പിൾ അറ്റനലോൾ, ഇൻക്രീസ് ബയോ അവൈലബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് പെനിട്രേഷൻ എൻഹാൻസേഴ്സ്. ഇവിടെ ഫെസിലിറ്റേറ്റ്സ് ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ അക്രോസ് മെംബ്രെയിൻ. മെംബ്രെയിൻ വഴി ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പെനിട്രേഷൻ എൻഹാൻസേഴ്സ്. ഫാസ്റ്റ് ആക്ടിംഗ് എൻഹാൻസേഴ്സ് ഉണ്ട്, ഫാറ്റി ആസിഡ്, ടെമ്പററി എൻഹാൻസർ സാലിസിലേറ്റ്, സസ്റ്റൈനബിൾ എഫക്ട് എൻഹാൻസർ SLS ആണ് കേട്ടോ. ഇത്രയും നമുക്കുള്ളത്. ഇനി ഡ്രഗ് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി എൻട്രി കോട്ടിംഗ് ചെയ്യാം, അപ്പം ഗ്യാസ്ട്രിക് ഡിഗ്രേഷൻ ഉണ്ടാവില്ല. ഇനി കോംപ്ലക്സേഷൻ ചെയ്യാം, അപ്പം ഡ്രഗ് സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക GI ട്രാക്റ്റിൽ. അപ്പം കഫീൻ, സോഡിയം ബെൻസോയേറ്റ് ഒക്കെയാണ്. ആൻഡ് മെറ്റാബോളിസം ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഇവിടെ പ്രിവെന്റ് പ്രീ സിസ്റ്റമിക് ഡ്രഗ് ഡീഗ്രഡേഷൻ ആണ്. അപ്പം നമ്മുടെ വയറ്റിൽ ആദ്യമേ ഡ്രഗ് ഡീഗ്രേഡ് ആവുന്നത് ഒഴിവാക്കാൻ പറ്റും. ബയോ അഡ്വേഴ്സി സിസ്റ്റം, എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ് എക്സാമ്പിൾ. ഇനി എൻഹാൻസ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ റിട്ടൻഷൻ. സോ നമ്മുടെ ഗ്യാസ്ട്രോ റിട്ടൻഷൻ ഡ്രഗ് ഡെലിവറി സിസ്റ്റം GRDDS എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിനകത്ത് കുറേ നേരം കിടക്കുക അല്ലെങ്കിൽ മരുന്ന് കിടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് മെക്കാനിസം വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് ബയോ അഡ്വേഷൻ. അതായത് നമ്മുടെ എപ്പിത്തീൽ സർഫസിൽ കുറേ നേരം കോണ്ടാക്ട് ഇരുന്നിട്ട് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുക, അത് പോകത്തില്ല. നെക്സ്റ്റ് വൺ സ്വെല്ലിംഗ് ആണ്, ഹൈഡ്രോഫിലിക് പോളിമേഴ്സ് ആണ്. ഇവിടെ സ്വെല്ല് ചെയ്ത് അവിടെ കിടക്കുവാണ് ചെയ്യുക. നാച്ചുറൽ ഗംസ്, സെല്ലോസീതേഴ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് സിസ്റ്റം ആണ്, ലോ ഡെൻസിറ്റി ഫോർമുലേഷൻ ദാറ്റ് റിമെയിൻ ഇൻ ദ സ്റ്റൊമക്. സോ ലോ ഡെൻസിറ്റി ഫോർമുലേഷൻസ് അവിടെ തന്നെ കിടക്കും, പോകത്തില്ല, വയറ്റിൽ നിന്ന് പോകത്തില്ല. വാട്ട് എവർ നമ്മുടെ GIക്കകത്ത് റീറ്റെയിൻ ചെയ്യണം. ഈ സാധനം റീറ്റെയിൻ ചെയ്ത് അവിടെ കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ റിട്ടൻഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി യൂസ് ഓഫ് സ്പ്രേ ഫ്രീസിംഗ് ഇൻ ലിക്വിഡ് ആണ്, SFL എന്ന് പറയും. ഡിസൊല്യൂഷൻ റേറ്റ് നാനോ സ്ട്രക്ചർ അഗ്രിഗേറ്റ്സ് വഴി നമ്മൾ ചെയ്യുന്നതാണ്. സോൾവെന്റ് സെലക്ഷൻ ഇമ്പാക്ട് ഡ്രഗ് ലോഡിംഗ് ആൻഡ് ഡ്രഗ് ഡൈയിങ് ടൈം. സോ നമ്മളിവിടെ ഏത് സോൾവെന്റ് എടുക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും ഡ്രൈയിങ് ടൈമും സെലക്ഷൻ ഓഫ് ഇമ്പാക്ട്സ് ഓൺ ഡ്രഗിന്റെ ഇതും വരുന്നത്. ആൻഡ് ഇവാപ്പറേഷൻ precipitation ഇൻറ്റു അക്വ സൊല്യൂഷൻ, EPAS എന്ന് പറയും. ഇവിടെ റാപ്പിഡ് ഫേസ് സെപ്പറേഷൻ ആണ്. ഒന്നും കൂടെ പറയാം, റാപ്പിഡ് ഫേസ് സെപ്പറേഷൻ ആണ് നാനോ പാർട്ടിക്കിൾ ഫോർമുലേഷൻസിന് വേണ്ടി. സോ ആദ്യം ചെയ്യേണ്ടത് ലോ ബോയിലിംഗ് ഓർഗാനിക് സോൾവെന്റിലേക്ക് ഡ്രഗ് ഡിസോൾവ് ചെയ്യുക. 2 ഹീറ്റ് ആൻഡ് സ്പ്രേ ഇൻറ്റു അക്വ സർഫാക്ടന്റ് സൊല്യൂഷൻ. സോ ഹീറ്റ് ആൻഡ് സ്പ്രേ ഇൻറ്റു എവിടെയാണ് അക്വ സർഫാക്ടന്റ് സൊല്യൂഷൻ. ആൻഡ് നെക്സ്റ്റ് റാപ്പിഡ് ഫേസ് സെപ്പറേഷൻ ഫ്രം നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൈക്രോ പാർട്ടിക്കിൾസ് ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് ഫാർമസ്യൂട്ടിക്സ് ആയിട്ട് നിങ്ങൾ കാണരുത്, ഇത് ബയോ ആണ്. അപ്പം ഈ ഒരു റിലവൻറ്റ് പോയിന്റ്സും ഈ പോയിന്റ്സും പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.